ദേവാമൃതം. നമസ്കാരം. നമ്മിൽ നിന്ന് അകന്നു പോകുന്ന മൂല്യങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന ഈശ്വര ചൈതന്യത്തിലേക്ക് നമ്മെ ഏറെ അടുപ്പിക്കുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം. സാഗരം അറിവിൻ്റെ സാഗരം ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ജീവിതത്തിൽ ഗുരുവിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ജനനം മുതൽ മരണം വരെ നമ്മെ കടന്നു പോകുന്ന ജീവിതം, ഒരുപാട് കാലം ആ ശൈശവാവസ്ഥയിൽ നിന്ന് ബാല്യത്തിൽ നമുക്ക് ഓർമ്മ ഉറയ്ക്കുന്നത് വരെയുള്ള കാലം നമ്മുടെ അറിവ് അധികമില്ലാതെ കടന്നു പോകുന്ന അവസ്ഥയാണ്. പിന്നെയാണ് നാം ഈ ലോകത്ത് ഓരോന്നിനെയും തിരിച്ചറിയുന്നത്. കുറേ കാലത്തേക്ക് ചിലതിൻ്റെയൊന്നും പേരുകൾ നമുക്കറിയാൻ പറ്റില്ല. നാമരൂപങ്ങളുള്ള ഒരു കോടിക്കണക്കിന് നാമരൂപങ്ങളുള്ള ഒരുപാട് വസ്തുക്കൾ നിറഞ്ഞ ഈ ലോകത്ത് ഒരു ജന്മം കൊണ്ട് കാണാവുന്നതും കേൾക്കാവുന്നതും അനുഭവിക്കാവുന്നതും അറിയാവുന്നതുമൊക്കെ അറിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ ഏതോ ഒരു നിമിഷത്തിൽ ഈ ഇന്ദ്രിയ ബന്ധം വിട്ടിട്ട് നാം മരണത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യജന്മം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചെന്നാൽ അത് നമ്മിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. തനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ജീവിക്കാനാണ് എല്ലാ വ്യക്തികൾക്കും ഇഷ്ടം. ആ ബോധ്യപ്പെടുന്ന രീതിയിൽ തൻ്റെ സുഖങ്ങൾ അനുഭവിച്ച് അറിഞ്ഞ് തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് എല്ലാ വ്യക്തികളുടെയും കാഴ്ചപ്പാടിൽ നല്ല സ്വതന്ത്രമായ ഒരു സമൂഹമെന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഹനിക്കപ്പെടുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ തടയപ്പെടുമ്പോൾ അവൻ രോഷാകുലനാവും. ഇങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് ഒടുവിൽ എന്താണ് നേടിത്തരുന്നത്? ഒരു ശൂന്യതയാണ് നമ്മിൽ നിറയ്ക്കുന്നത്. എന്നാൽ ഒരു വ്യക്തിക്ക് അയാൾ ജീവിച്ചിരിക്കുന്നതിന് മുൻപും ജീവിച്ചിരിക്കുമ്പോഴും ജീവിച്ചതിന് ശേഷവും ഈ ഭൂമിയിലൊരു നിത്യസാന്നിധ്യമാകുവാൻ സാധിക്കുമോ? സാധിക്കുമെന്ന് നമ്മെ ശ്രീനാരായണ ഗുരുദേവൻ സ്വന്തം മനുഷ്യ ജീവിതം കൊണ്ട് ബോധിപ്പിച്ചു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയിൽ എഴുതിയത്, നാം ശരീരമല്ല അറിവാണ്. ഈ ശരീരമുണ്ടാകുന്നതിന് മുൻപും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം അറിവായിട്ട് പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു. അപ്പോൾ അറിവായി ഇരിക്കുന്ന ഗുരു ശരീരമെടുക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. ശരീരമെടുത്ത് നമുക്കിടയിൽ വന്ന് നമ്മിൽ ബൗദ്ധികമായിരിക്കുന്ന നമ്മുടെ കർമ്മശാസ്ത്രത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനം നടത്തിയിട്ട് ഇന്നും നമുക്കിടയിൽ അറിവായി തന്നെ പൂർണ്ണ തേജസ്സോടുകൂടി ജ്വലിച്ച് നിൽപ്പുണ്ട്. ഒരു മനുഷ്യ ജീവിതം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് ചോദിച്ചെന്നാൽ, ഭഗവാൻ പറയും ഈ ഭൂമിയിലെ ഓരോ ജീവിക്കും അതിൻ്റേതായ ലക്ഷ്യമുണ്ട്. ജന്മലക്ഷ്യമില്ലാതെ ഒന്നും ഇവിടെ ജനിക്കുന്നില്ല. ഓരോ ജീവിക്കും ഈശ്വരകൽപ്പിതമായൊരു ജന്മലക്ഷ്യം ഉള്ളതുകൊണ്ട് അവരെല്ലാം അത് അനുഷ്ഠിക്കുന്നുണ്ട്.
മനുഷ്യന് മാത്രം വിവേകവും ബുദ്ധിയും ചിന്താശക്തിയും കൊടുത്തതുകൊണ്ട് വഴിതെറ്റിപ്പോയിട്ട് എന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്നറിയാതെ ജീവിച്ച് മരിക്കുന്നതുമുണ്ട്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ ആവശ്യം ജീവിതത്തിൽ എന്താണ് എന്ന് ചോദിച്ചെന്നാൽ ഈ ജന്മലക്ഷ്യം നമ്മെ ബോധിപ്പിക്കുകയും അതിലേക്ക് എത്തിച്ചേരുവാൻ നമ്മെ നിരന്തരം സാധനയിലൂടെ പരിശീലിപ്പിക്കുകയും ചെയ്യുകയാണ് ഗുരുവിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുക എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേക്ക് നമസ്തേ. ദേവാമൃതം